ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ ഡോക്ടർ സാമുവൽ മാർ തയോഫിലോസിന് തിരുവനന്തപുരം പൗരാവലി സ്വീകരണം നൽകി. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന അനുമോദന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. വിശ്വാസത്തിന്റെ മർമ്മം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ സാമുവൽ മാർ തയോഫിലോസിസ് എന്ന് അദ്ദേഹം പറഞ്ഞു. മോർ ആൻഡ് മോർ അത്തനേഷ്യസ് യോഹന്നാൻ മെത്രോപൊളിത്തയുടെ വേർപാട് എല്ലാവരുടെയും മനസ്സിലിപ്പോഴും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ഈ അവസരത്തിൽ ആദരവുകൾ അർപ്പിക്കുന്നു. ആ വലിയ ചുമതല, അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചിരുന്ന ആ വലിയ ചുമതലയാണ് നമ്മുടെ പ്രിയങ്കരനായ സഭാധ്യക്ഷൻ ഇപ്പോൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊരു വലിയ യാത്രയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വശത്തൊരു സ്പിരിച്വൽ ജേണിയാണ്. ദൈവത്തിൻ്റെ കരങ്ങളായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അപൂർവമായ ദൈവികമായ നിയോഗമാണ്. മനുഷ്യനെ സഹായിക്കാൻ, മനുഷ്യനെ സ്നേഹിക്കാൻ, സുവിശേഷം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിവൈൻ അസൈൻമെൻറ്റ്, ദൈവികമായ കൃത്യമായ നിയോഗമാണ്. അത് മനസ്സിൽ, ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോകുമ്പോൾ ആത്മീയ പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും പൊതുപ്രവർത്തനവും എല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ബിലീവേഴ്സ് ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ ലോകമെമ്പാടുമുണ്ട്. നിരവധി ആതുര ശുശ്രൂഷാലയങ്ങൾ ഉൾപ്പെടെ, നിരവധി സ്ഥാപനങ്ങൾ ഉൾപ്പെടെ, സാധാരണഗതിയിൽ ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് പോലും നിയന്ത്രിക്കാൻ പ്രയാസപ്പെടുന്ന തരത്തിലുള്ള വൈവിധ്യമാർന്ന സ്ഥാപനങ്ങൾ ആണ് ഈ സഭ സൃഷ്ടിച്ചിട്ടുള്ളത്. അതെല്ലാം, അതിൻ്റെ എല്ലാം മേൽനോട്ടവും അതിൻ്റെ എല്ലാം ഏകോപനവും അതേസമയം എല്ലാവരെയും ദൈവത്തിൻ്റെ വഴികളിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നതിനും വേണ്ടി കൂടിയുള്ള വലിയ നിയോഗമാണ് സഭാധ്യക്ഷന് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ബൈബിളിൽ പൗലോസ് അപ്പോസ്തലൻ ആത്മീയ കൂട്ടായ്മയ്ക്കും സഭാധ്യക്ഷന്മാരുമായി ഇരിക്കുന്ന ആളുകളോട് പറഞ്ഞിരിക്കുന്നത്, അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ സൂക്ഷിക്കുന്നവരായിരിക്കണം എന്നാണ്. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, അഭിവന്ദ്യനായ മോർ ആൻഡ് മോർ സാമുവൽ തിയോഫിലസ് മെത്രോപൊളിത്ത ആ വിശ്വാസത്തിൻ്റെ മർമ്മം സ്വന്തം ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഈ കാലയളവിൽ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട്, തിരുവനന്തപുരം എപ്പോഴും സ്നേഹത്തോടുകൂടി എല്ലാവരെയും ഇരുകൈകൾ നീട്ടി സ്വീകരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, അവസാനത്തെ ഉദാഹരണം കൂടിയാണ് ഈ സ്നേഹക്കൂട്ടായ്മ എന്ന് പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. പ്രിയ